Okay, dear friends, ഏവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കളക്ഷൻ നടത്തിയിരുന്നു. 16,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് യൂണിയൻ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചിട്ടുണ്ട്. ഈ 16,000 രൂപയിൽ കോഴിക്കോട് നിന്നുള്ള ഒരു സുഹൃത്ത് ഒരു ചെറിയ സംഭാവന അയച്ചു, വേറൊരാൾ കോഴിക്കോട് നിന്ന് 500 രൂപ അയച്ചു. വളരെ സന്തോഷം, എല്ലാവരും അതിൽ സഹകരിച്ചു. കഴിഞ്ഞ തവണ നമ്മൾ 1,00,000 രൂപയാണ് കൊടുത്തത്. ഇത്തവണ 16,000 രൂപ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം നിങ്ങളൊക്കെ പല സ്ഥലത്ത് കൊടുത്തവരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഗ്രേഡിൻ്റെ, അത് ബാങ്കായാലും അല്ലാത്ത ലാസ്റ്റ് ഗ്രേഡ് ആയാലും അതിനൊക്കെ വേണ്ടി ഒരു സവിസ്തരമായ ക്ലാസ് ആരംഭിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ആ ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് ഏകദേശം IAS വരെ ഉപകാരപ്രദമായ ഒരു സിലബസാണ്. അത്ര വിശാലമായൊരു സിലബസാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് മുഴുവൻ പഠിച്ചു തീർക്കുക അസാധ്യമാണെന്നുള്ളത് സത്യമാണ്. ഏതായാലും അത് കുറേശ്ശെ പഠിച്ചു തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ് 18-ാം തീയതി തുടങ്ങും. അതായത് ഇന്ന് ബുധനാഴ്ച ആണത് തുടങ്ങുന്നത്. താല്പര്യമുള്ളവർക്ക് അവിടെ വരികയും അതിന് പഠിക്കുകയും ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ സിലബസ് പരിശോധിച്ചപ്പോൾ അതിൽ GK 40 മാർക്കാണ്. അത് വളരെ സവിസ്തരമായി തന്നെ 40 മാർക്കിന് പഠിക്കണം. നല്ല വലിയൊരു സിലബസാണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്. ആ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ മറ്റ് വിഭാഗങ്ങൾ കിട്ടിയില്ലെങ്കിലും കറണ്ട് അഫയേഴ്സ് കിട്ടും. പിന്നെ സയൻസ് 20 മാർക്കാണ്. അതിൽ സയൻസിൽ 10 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതിൽ തന്നെ ബയോളജിക്ക് 5 മാർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. പൊതുജനാരോഗ്യം 10 മാർക്ക്. അപ്പോൾ സയൻസ് മൊത്തത്തിൽ 20 മാർക്ക് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ കേരള ഗവൺമെൻറ് തുടങ്ങിയവ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ അതിനകത്ത് മാത്സ് വിഭാഗവുമായി ബന്ധപ്പെട്ട് 20 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. ഈ 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് വളരെ വ്യക്തമായി കൃത്യമായി ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ മറ്റ് പരീക്ഷകൾക്ക് ഒരു അടിസ്ഥാനമായി തീരുമെന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് അത് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ആദ്യം മുതൽ സഹായിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ പോവുകയാണ്. ഇതെല്ലാം ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾ നിങ്ങൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇംഗ്ലീഷും മലയാളവും ഇല്ല. ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്തതുകൊണ്ട് ഇനി ഇംഗ്ലീഷും മലയാളവും കൈകൊണ്ട് തൊടില്ല എന്ന് ധരിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1-2 മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കണം. അതുപോലെ തന്നെ മലയാളവും പഠിക്കണം. അത് നിങ്ങൾ ചെയ്യണം. കഴിഞ്ഞ തവണ ഞാൻ ഈ പരീക്ഷയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നെടുമങ്ങാട് കുട്ടികൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ മെറ്റീരിയൽസൊക്കെ കാണിച്ചു തന്നു. ഈ മെറ്റീരിയൽസിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ PSCയുടെ സൈറ്റിൽ കിടക്കുകയാണ്. അതെടുത്തിട്ട് ഞങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ പേപ്പറിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ബുക്കാക്കി മാറ്റിയതാണ്. അത് ഇവിടെ ലൈബ്രറി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് അത് വന്ന് റെഫർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. 3-4 പേരുടെ ചേർന്ന് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇത് ബുക്കാക്കി മാറ്റാം. ഇതിൻ്റെ ഉത്തരങ്ങളും അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ കീ വേണം നോക്കാനുള്ളത്. അപ്പോൾ കീയിലൊക്കെ വളരെ വ്യത്യാസം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കീ നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കണം. അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എവിടെ നിന്ന് തുടങ്ങണം? അത് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് തുടങ്ങണം? അങ്ങനെ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി അത് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറി വളരെ വിശദമായി ഇന്ത്യയും കേരളവും ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ
വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊരു ശ്രമം നടത്തുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഈ സാംക്രമിക രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ, ഇതൊക്കെ നമ്മുടെ ഓൺലൈനിൽ കിടപ്പുണ്ട്. പക്ഷേ ഇത് ആര് കാണാനാണ്? ഇതെല്ലാം അതിനകത്ത് കിടക്കുകയാണ്. ഈ സിലബസ് കംപ്ലീറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പഴയത് നോക്കില്ല എന്നുള്ള ധാരണയിൽ വീണ്ടും ഇതൊന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലെന്താ? ഇനി സംസാരിച്ച് നിൽക്കണമോ? നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ സിലബസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ആലോചന നടത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി കേരളം വഴി എല്ലാ മേഖലകളും ഒന്ന് സ്പർശിച്ചു പോകണമെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഔദ്യോഗികമായ പേരെന്ത്? പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ PSC ഒരു മാർക്ക്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വെച്ച ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഔദ്യോഗികമായ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിച്ചതാണ്. ഇന്ത്യയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഒന്നാം സ്ഥാനം ഇന്ത്യ, 2 ചൈന, 3 അമേരിക്ക, 4 ഇന്തോനേഷ്യ. ലോകത്തിലെ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ 1 ഇന്ത്യ, 2 ചൈന, 3 അമേരിക്ക, 4 ഇന്തോനേഷ്യ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ അരി ഉൽപാദനത്തിൽ ലോകത്തിലെ 1ാം സ്ഥാനം ചൈനയ്ക്കാണെന്ന് എല്ലാവർക്കും അറിയാം. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. അരി ഉൽപാദനത്തിൽ ഒറൈസ സെറ്റൈവാണ്. അരി ഉൽപാദനത്തിൽ 2ാം സ്ഥാനം നമ്മുടെ രാജ്യത്തിനാണ്. പാൽ ഉൽപാദനത്തിൽ 1ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിന്. അതേസമയം ക്ഷയരോഗികളുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ളതും ഇന്ത്യയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഈ പറയുന്നതെല്ലാം PSCയുടെ ക്വസ്റ്റ്യൻസ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ലോകത്തിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഈ അടുത്ത കാലത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, പിന്നെ ഇന്ത്യ താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയെക്കാളും വലുതേത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSC പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇന്ത്യയെക്കാളും വലുതേത്? ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെക്കാളും വലുത് കണ്ടുപിടിക്കാൻ RCCUVAI 1, 2, 3, 4, 5, 6, 7. 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ, യൂറോപ്പിലാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ രാജ്യമാണ് കാനഡ, വടക്കേ അമേരിക്കയിലാണ്. കാനഡ, ലിറ്റിൽ അമേരിക്ക എന്നറിയപ്പെടുന്ന കാനഡയാണ് ലോകത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനം. ചൈനയാണ് വലുപ്പത്തിൽ 3ാം സ്ഥാനം. അമേരിക്കയാണ് വലുപ്പത്തിൽ 4ാം സ്ഥാനം. ബ്രസീലാണ് വലുപ്പത്തിൽ 5ാം സ്ഥാനം. ഓസ്ട്രേലിയയാണ് വലുപ്പത്തിൽ 6ാം സ്ഥാനം. ഇന്ത്യ 7ാം സ്ഥാനം. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇന്ത്യയെക്കാളും വലുപ്പമുള്ള രാജ്യം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം അങ്ങ് ബ്രസീലായിരുന്നു. ഇനി ഏതോടെ വരാം. അവ 2 ക്വസ്റ്റ്യനാണ്. ഒന്ന്, ഇന്ത്യയുടെ ഔദ്യോഗിക പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആണെന്നും, 2, ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യയെങ്കിൽ ആ 6 വലിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിന് RCCUVAI എന്നൊരു കോഡ് ഞാൻ പറഞ്ഞത് ഓർമ്മിച്ച് വെച്ചേക്കുക. റഷ്യ ലോകത്തിൽ 1ാമത്തെ വലിയ രാജ്യം, കാനഡ ലോകത്തിൽ 2ാമത്തെ വലിയ രാജ്യം, ചൈന 3ാമത്തെ വലിയ രാജ്യം, പിന്നെ അമേരിക്ക 4ാമത്തെ വലിയ രാജ്യം, ബ്രസീൽ 5ാമത്തെ വലിയ രാജ്യം, ഓസ്ട്രേലിയ 6, അതുപോലെ തന്നെ ഇന്ത്യ ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് ലോകത്ത്? 7 ഭൂഖണ്ഡങ്ങളുണ്ട്. ഈ 7 ഭൂഖണ്ഡങ്ങളിൽ
ഇന്ത്യ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയാം. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. PSC ഒരു മാർക്ക്. ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് ആണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ചക്രവാണി സാർ പറഞ്ഞു ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ വേണമെങ്കിൽ നോക്കൂ. ഇത് ഭൂമധ്യരേഖയാണ്. 0 അക്ഷാംശം ഭൂമധ്യരേഖ. ഇങ്ങോട്ട് നോർത്ത്, ഇത് സൗത്താണ്. ഇതാണ് വടക്കേ അമേരിക്ക എങ്കിൽ ഇത് തെക്കേ അമേരിക്ക. ഇത് എസ് ആകൃതിയിലുള്ള അറ്റ്ലാന്റിക് ഓഷൻ, ഇത് പസഫിക് ഓഷനാണ്, എല്ലാവർക്കും അറിയാം. ഇതാണ് യൂറോപ്പ്, ഇതാണ് ആഫ്രിക്ക, ഇതാണ് ഏഷ്യ. ഏഷ്യയിലൂടെയാണ് കിടക്കുന്നത് ഇന്ത്യ. അപ്പോൾ ഏഷ്യയുടെ തെക്കാണ് ഇന്ത്യ കിടക്കുന്നത്. ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഏഷ്യയുടെ തെക്കാണ് ഇന്ത്യ കിടക്കുന്നത്. ഇത് PSC ഒരു മാർക്ക്. അപ്പോൾ 3 മാർക്ക് ഇപ്പൊ തന്നെയായി. 1, ഇന്ത്യയുടെ ഔദ്യോഗിക പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. 2, വലിപ്പത്തിന്റെ സ്ഥാനത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ വലിപ്പത്തിൽ 1 മുതൽ 6 വരെയുള്ള രാജ്യങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. PSC ഒരു മാർക്ക്. എന്നാൽ കുറച്ചുകൂടെ വിശാലമായി പറയുകയാണെങ്കിൽ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇത് ഭൂമധ്യരേഖയാണ്. ഇത് ഗ്രീനിച്ച് രേഖയാണ്. 0 രേഖാംശമാണ് ഗ്രീനിച്ച് രേഖ. തെക്കും വടക്കും തിരിയുന്നത് ഭൂമധ്യരേഖയിൽ നിന്നാണ്. ഇത് നോർത്ത്, ഇത് സൗത്ത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. തെക്കും വടക്കും ഭൂമിയിൽ വേർതിരിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? ഭൂമധ്യരേഖയിൽ വെച്ചിട്ടാണ്. ഭൂമധ്യരേഖയ്ക്ക് ഇത് വടക്ക്, ഇത് ഭൂമധ്യരേഖയ്ക്ക് തെക്ക്. ഇനി ഇത് ഗ്രീനിച്ച് രേഖയാണ്. 0 രേഖാംശമാണ് ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖയുടെ ഈ ഭാഗത്തോടുള്ളതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇങ്ങോട്ടുള്ളതാണ് പടിഞ്ഞാറ്. അപ്പോ കിഴക്കും പടിഞ്ഞാറും തിരിയുന്നത് ഇത് കിഴക്കാണ്. കിഴക്കും പടിഞ്ഞാറും തിരിയുന്നത് ഗ്രീനിച്ച് രേഖയിൽ നിന്നാണ്. ഗ്രീനിച്ച് എന്ന് പറഞ്ഞ പ്രദേശം ബ്രിട്ടനിലാണ്. ഗ്രീനിച്ച് രേഖ. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യ കിടക്കുന്നത് ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്താണ്. ഇന്ത്യ കിടക്കുന്നത് ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്ത്. ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്ത് ഇന്ത്യ കിടക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യ കിടക്കുന്നു. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം ആയ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ കിടക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി. മറ്റൊന്ന്, ഇന്ത്യയുടെ അതിരുകൾ നമുക്ക് നേരത്തെ അറിയാം. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന രത്നാകര, പടിഞ്ഞാറ് അറേബ്യൻ കടൽ എന്ന് പറയുന്ന സിന്ധു സാഗർ, കിഴക്ക് ബേ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ചോള ലേക്ക്. ഇത് നമുക്ക് അറിയാം. എന്നാൽ ഇതേപോലെ തന്നെ അക്ഷാംശ രേഖാംശീയ അതിർത്തി നമുക്ക് നിശ്ചയിക്കാം ഇന്ത്യയുടെ. അതും ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് ഒരു നല്ല കാര്യമായി നമുക്ക് കൂട്ടാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇന്ത്യ കിടക്കുന്നത്. ഇങ്ങോട്ട് കിഴക്ക് ഗ്രീനിച്ച് കിഴക്ക്, ഭൂമധ്യരേഖ വടക്ക്. ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്, ഇന്ത്യ കിടക്കുന്നതെന്ന് പറയുന്നത് വടക്ക്, ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 8 ഡിഗ്രി 4 മിനിറ്റിൽ ഇന്ത്യ തുടങ്ങും. ഇന്ത്യയുടെ സ്ഥലം 8 ഡിഗ്രി 4 മിനിറ്റ്. ഇങ്ങോട്ട് 90 ഡിഗ്രി ഉണ്ട്. 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി 4 ഡിഗ്രി 90 ഡിഗ്രി. അതിൽ വടക്ക് 8 ഡിഗ്രി 4 മിനിറ്റിൽ ഇന്ത്യ തുടങ്ങും. 8 ഡിഗ്രി വടക്ക്. ഏതിന്റെ വടക്ക്? ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 8 ഡിഗ്രി 4 മിനിറ്റ് ഇന്ത്യ തുടങ്ങി 37 ഡിഗ്രി 6 മിനിറ്റിൽ അവസാനിക്കും. 37 ഡിഗ്രി 6 മിനിറ്റിൽ ഇന്ത്യ അവസാനിക്കും. അപ്പൊ ഇന്ത്യ ഏതെല്ലാം അക്ഷാംശരേഖകൾക്കിടയിലാണ് കിടക്കുന്നത്? ഇന്ത്യ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശം മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് അക്ഷാംശത്തിനിടയിലാണ് ഇന്ത്യ കിടക്കുന്നത്. ഇനി നമുക്ക് രേഖാംശം നോക്കാം. രേഖാംശം ഇതാണ്. രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് രേഖാംശം. അതിന്റെ കിഴക്ക് ഗ്രീനിച്ചിന്റെ കിഴക്ക് മുതൽ
ഏകദേശം ഇവിടെ 97°25' കിഴക്ക് രേഖാംശത്തിനിടയിലാണ് കിടക്കുന്നത്. ഈ രണ്ട് രേഖാംശങ്ങൾ 97°25'. അപ്പൊ ഈ അക്ഷാംശങ്ങൾ തമ്മിൽ 8°4' മുതൽ 37°6'ഇടയിലും രേഖാംശങ്ങൾ 68°7' മുതൽ 97°25'ഇടയിലുമാണ് ഇന്ത്യ കിടക്കുന്നത്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ 2021-22 പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിച്ചു. ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 30°ആണ്. 37°6', 8°4' തമ്മിലുള്ള ഏകദേശം 30° വ്യത്യാസമാണ് അക്ഷാംശങ്ങൾ തമ്മിലുള്ളത്. രേഖാംശങ്ങൾ തമ്മിൽ 68° മുതൽ 97° വരെ, അതും ഏകദേശം 30°ആണ്. അപ്പൊ 30° വ്യത്യാസമുണ്ട് രേഖാംശങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 8° തുടങ്ങി ഇവിടെ അവസാനിക്കുന്നത് 37°യിലാണ്. 30 മിനിറ്റ്, 30 മിനിറ്റാണ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ 3-4 ക്വസ്റ്റ്യൻ ഇപ്പോഴത്തന്നെ ആയല്ലോ. ഇത് ഇന്ത്യയെ കുറിച്ച് പറയാൻ വേണ്ടി അടിസ്ഥാനപരമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് പ്രശ്നം അല്ല. നമുക്ക് കൂടുതൽ വിശാലമായ കാര്യങ്ങളിലേക്ക് പോകണം. എന്റെ സുഹൃത്തുക്കൾക്ക് ഇത് വളരെ ഹൃദിസ്ഥമാണ്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. UT ഇത് സ്റ്റേറ്റാണ്. 28 പ്രാസമുണ്ട്. 28 സ്റ്റേറ്റും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇത് എല്ലാ പരീക്ഷയ്ക്കും ബാധകമാണ്. അതുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷകൾക്കും ഇത് ബാധകമാണ്. കേട്ടോ, ഇന്ത്യ ഇത് ബംഗാൾ ഉൾക്കടൽ, ഇത് ഇന്ത്യൻ മഹാസമുദ്രം, ഇത് അറേബ്യൻ കടൽ. ഇതെല്ലാവർക്കും അറിയത്തക്കതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളും അത് രൂപീകരിച്ച വർഷവും അതിന്റെ തലസ്ഥാനവും അതിന്റെ മുഖ്യമന്ത്രിമാരെയും പറഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന് 1 മാർക്ക് കിട്ടിയിരിക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ 1 മാർക്കിനൊരു ക്ലാസ് നടത്തുകയാണ്. 1 മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു ക്ലാസ് നടത്തുകയാണ്. ഇത് ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ്? അന്ന് ഭൂപേഷ് ബാഗൽ ആയി അവിടുത്തെ മുഖ്യമന്ത്രി. അന്ന് ഉത്തരം അതായിരുന്നു. അപ്പൊ ഞാനീ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ചിലർക്കൊരു ധാരണയുണ്ട് ഡിഗ്രി ലെവൽ, ലാസ്റ്റ് ഗ്രേഡ് ലെവൽ. ഇത് ഒരു ലെവലും ഇല്ല. പൊതുവിജ്ഞാനം എല്ലാം ഒരുപോലെയാണ്. അത് ഒരാൾ തന്നെ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിക്കും, അയാൾ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ക്ലാസ്സിൽ പഠിപ്പിക്കും. അത് നിങ്ങളെ പറ്റിക്കാനാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു വിജ്ഞാനം, ഒരു സൗണ്ട് നോളജ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഗ്രേറ്റ് വിക്ടറി. If you want a victory, you start in a basic manner. അങ്ങനെ തന്നെ തുടങ്ങും. അത് യാതൊരു സംശയവും വേണ്ട. നമുക്കൊന്ന് തുടങ്ങിയാലെന്താ? ഇന്ത്യയിൽ 28 സ്റ്റേറ്റും അതിൻ്റെ രൂപീകരിച്ച വർഷവും അതിൻ്റെ തലസ്ഥാനവും മുഖ്യമന്ത്രിയും പറഞ്ഞ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഹൃദിസ്ഥമാക്കിയെന്ന് അതിൻ്റെ താഴെ അഭിപ്രായം എഴുതിയാലേ രണ്ടാമത്തെ ക്ലാസ് വരും. ചുമ്മാ അവിടെ വെച്ചിട്ട് കാര്യമില്ല. ചുമ്മാ ചതഞ്ഞിറങ്ങി കേട്ടോണ്ടിരിക്കും, പഠിക്കില്ല. എന്നിട്ട് അവസാനം പരീക്ഷയെ കഴിഞ്ഞിട്ട് PSC ചെയർമാനെയും ഗവൺമെന്റിനെയും ചീത്ത വിളിച്ച് പിരിഞ്ഞു പോകും. ഞാൻ ഈ പറയുന്ന 28 സ്റ്റേറ്റും അതിൻ്റെ തലസ്ഥാനവും രൂപീകരിച്ച വർഷവും മുഖ്യമന്ത്രിയെയും 8 കേന്ദ്രഭരണ പ്രദേശവും അതിൻ്റെ പ്രത്യേകതകളും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമന്റ് ചെയ്യണം. ചക്രവാണി സാർ ഞാനിത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മടിയനാണ്, ഞാൻ പഠിക്കൂല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പാണ് തുടങ്ങാം. എൻ്റെ കൂടെ എത്തുമോ? വരുമോ? ബുക്ക് എടുത്തിട്ടുണ്ടോ? തുടങ്ങണ്ടേ? ശരി, ആദ്യം കേരളത്തിൽ തന്നെ പറയാം. കേരളം ഇന്ത്യയിലെ എല്ലാ കാര്യത്തിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം. എൻ്റെ നിങ്ങളുടെ കൊച്ചു കേരളം. അഭിമാനത്തോടെ പറയാം, ഞാൻ കേരളീയനാണ്, ഇന്ത്യക്കാരനാണ്, പ്രത്യേകിച്ച് ഞാൻ കേരളീയനാണ്. കാരണം കേരളം ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളിലും 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഓരോന്നായിട്ട് എണ്ണി പറയാൻ തുടങ്ങി അത് മാത്രം ഒരു ക്ലാസ്സിന് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓരോന്നായിട്ട് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോ. നിങ്ങൾ ബുക്കെടുത്തോണം. ഇത് കേരളം. കേരളം രൂപീകരിച്ചത് 1956 നവംബർ 1-നാണ്. കേരളം രൂപീകരിച്ച 1956 നവംബർ 1. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം, എല്ലാവർക്കും അറിയാം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദ്യത്തെ ക്ലിയർ ആണല്ലോ. അപ്പൊ കേരളം 1 1956 TVM പിണറായി. അക്ഷരങ്ങളൊക്കെ കുറച്ച് വരൂ. പിണറായി. അടുത്തത് വരാൻ പോകുന്നത് കർണാടക. കടൽ വഴി പോവുകയാണ്. എൻ്റെ ബുദ്ധി ഭയങ്കര ബുദ്ധിയുണ്ട് കേട്ടോ. കടൽ വഴി അരിഞ്ഞ് പോവുകയാണ്. ഇവിടെ വന്ന് ഇവിടെ പാകിസ്ഥാൻ. ശരി. കർണാടക രൂപീകരിച്ചത് 1956 നവംബർ 1. തലസ്ഥാനം ബാംഗ്ലൂരു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബുക്കിൽ എഴുതിയാണോ? സിദ്ധരാമയ്യ. സൂരജ് എഴുതിയ കറക്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കർണാടക സിദ്ധരാമയ്യ. അടുത്തത് ഗോവ ഒരു ചെറുതാണ്, ഇന്ത്യയിലെ ചെറിയ സ്റ്റേറ്റാണ്. അതുകൊണ്ട് ചെറുതായിട്ട് എഴുതുക. അറേബ്യ കടലിന്റെ തീരത്ത് കിടക്കുകയാണ് ഗോവ. 1987 തലസ്ഥാനം പനാജി. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. അടുത്തത് ഇത് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. 1956 നവംബർ 1 ഇന്ത്യയിൽ 14 സ്റ്റേറ്റുകൾ രൂപീകരിച്ചു. 1956 നവംബർ 1 14 സ്റ്റേറ്റുകൾ രൂപീകരിച്ചതിൽ ഒന്നാണ് ബോംബെ. അന്ന് മഹാരാഷ്ട്ര ഇല്ല, ബോംബെ. ഈ ബോംബെ 1956 നവംബർ 1 ഒരു സ്റ്റേറ്റായിട്ട് കൂട്ടി, ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റാക്കി. ഇത് 1960 ഇതിന് 2ആക്കി. മഹാരാഷ്ട്ര എന്നും ഗുജറാത്തിൽ നിന്ന് 2ആക്കി. അപ്പൊ ഇവിടെ മഹാരാഷ്ട്ര എന്ന് എഴുതാൻ പോവാണ്. മഹാരാഷ്ട്ര അത് രൂപീകരിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിസ്ഥാനപരമായ 1960 എന്ന് പറയാം. പക്ഷേ 1956 നവംബർ 1 രൂപീകരിച്ച 14 സ്റ്റേറ്റുകളിൽ ഒന്നാണ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ മുംബൈ. അത് മനസ്സിലാക്കി വയ്ക്കുക തന്നെ വേണം. ഇവിടെ ഞാൻ 1960 എന്ന് പറയുകയാണ്. 1960 ബോംബെ സംസ്ഥാനത്തെ 2ആക്കിയത്. ഏതൊക്കെ? മഹാരാഷ്ട്രയെന്നും ഗുജറാത്തും. അതേസമയം ഈ ബോംബെ രൂപീകരിച്ചതെന്ന് 1956 നവംബർ 1. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ഗുജറാത്തിൽ പറഞ്ഞ പ്രത്യേക സ്റ്റേറ്റ് വേണം. 60 ഇതിനെ 2ആക്കി. അതുകൊണ്ട് 1960. തലസ്ഥാനം മുംബൈയാണ്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. അപ്പൊ ഇവിടെ മഹാരാഷ്ട്ര. ഇത് ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. രൂപീകരിച്ചത് 1960 തന്നെ. 1960 ഗാന്ധിനഗർ. മുഖ്യമന്ത്രി പിന്നെ ഭൂപേന്ദ്രഭായ് പട്ടേൽ. ഇനിയുള്ളത് ഇപ്പൊ ഗുജറാത്ത് കഴിഞ്ഞു. പിന്നെ ഇത് രാജസ്ഥാൻ അവിടെ സ്ഥലമില്ലാത്തത് കൂടെ എഴുതിയതാണ്. രാജസ്ഥാൻ തലസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂർ. രൂപീകരിച്ചത് 1956 നവംബർ 1. ജയ്പൂർ തലസ്ഥാനം. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ. ആരാണ്? ഫജൻലാൽ ശർമ്മ രാജസ്ഥാൻ. അടുത്ത് വരുന്നത് ഇവിടെ ഒരു സ്റ്റേറ്റ് കൂടെ ഉണ്ട്, പഞ്ചാബിന്റെ തലസ്ഥാനം. പഞ്ചാബ് രൂപീകരിച്ചത് 1956 തന്നെ. 56 തലസ്ഥാനം ചണ്ഡീഗഡ്. മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. അപ്പൊ ഇതുവരെയായി. കേരളയായി, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഈ ഭാഗമാണ്. ഇവിടെ പാകിസ്ഥാൻ, ഇവിടെ അറേബ്യ കടല. ഒരിക്കൽ കൂടി കേരളം 1956 തിരുവനന്തപുരം പിണറായി വിജയൻ. കർണാടക 1956 രൂപീകരിച്ച തലസ്ഥാനം ബാംഗ്ലൂർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഗോവ 1987 പനാജി. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. മഹാരാഷ്ട്ര 1960
മുംബൈ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. ഗുജറാത്ത് 1960, മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഭായ് പട്ടേൽ. രാജസ്ഥാൻ 1956, തലസ്ഥാനം ജയ്പൂർ, മുഖ്യമന്ത്രി ഫജൽലാൽ ശർമ്മ. പഞ്ചാബ് 1956, ചണ്ഡീഗഡ്, മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. അപ്പൊ ഒരു ഭാഗത്ത് ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി, കേരളത്തിൽ നിന്ന് തുടങ്ങി, ഇതുവഴി ഇങ്ങനെ പോയി അറേബ്യൻ കടൽ വഴി നേരെ പാകിസ്ഥാൻ വഴി ഞാൻ പഞ്ചാബ് വരെ എത്തി. ഇനി ഇപ്പുറത്തെ സൈഡിൽ വരിക, ഇന്ത്യയിലെ 28 സ്റ്റേറ്റും അത് രൂപീകരിച്ച വർഷവും അതിന്റെ മുഖ്യമന്ത്രി തലസ്ഥാനവും പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഉദ്ദേശം. ഇത് പഠിക്കുമെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് എടുക്കുന്നുള്ളൂ. ചുമ്മാ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ശരി, എല്ലാവരും ഇങ്ങോട്ട് വരിക. ഇത് ബംഗാൾ ഉൾക്കടൽ, ഇതാണ് തമിഴ്നാട്. തമിഴ്നാട് തമിഴ്നാട് ഇത് ആന്ധ്ര, ഇത് ഒറീസ, ഇത് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. തമിഴ്നാട് 1956 നവംബർ 1. തലസ്ഥാനം ചെന്നൈ. ചെന്നൈ എവിടെ തന്നെ എഴുതിക്കോളാം, ചെന്നൈ. തലസ്ഥാനം ചെന്നൈ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. MK സ്റ്റാലിൻ. സ്റ്റാലിൻ. അടുത്ത ആന്ധ്ര. ആന്ധ്ര രൂപീകരിച്ചത് 1956 നവംബർ 1. തലസ്ഥാനം ഹൈദരാബാദ്. 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 ഹൈദരാബാദ് തലസ്ഥാനം മാറും, നമുക്ക് എല്ലാവർക്കും അറിയാം. അമരാവതിയിലേക്ക് മാറും, കൃഷ്ണനദിയുടെ തീരത്ത്. ഇപ്പോ ഹൈദരാബാദ് തന്നെ. ആന്ധ്രയുടെ തലസ്ഥാനം ഹൈദരാബാദ്. മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡു. അടുത്ത ഒറീസയിലേക്ക് വരികയാണ്. ഒറീസ രൂപീകരിച്ചത് 1956 തന്നെ. 56 തന്നെ. മോഹൻ ശരൺ മാഞ്ചി. മാഞ്ചി. പശ്ചിമ ബംഗാൾ രൂപീകരിച്ച 1956 തന്നെ. കൊൽക്കത്ത തലസ്ഥാനം. മുഖ്യമന്ത്രി മമതാ ബാനർജി. മമതാ ബാനർജി. നമുക്ക് ഇത്രയൊന്നുകൂടെ നോക്കാം. തമിഴ്നാട് 1956 ചെന്നൈ MK സ്റ്റാലിൻ മുഖ്യമന്ത്രി. ആന്ധ്രാപ്രദേശ് 1956 നവംബർ 1 തലസ്ഥാനം ഹൈദരാബാദ് N. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി. ഒറീസ 1956 തലസ്ഥാനം ഭുവനേശ്വർ. ഒറീസയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ്. ഭുവനേശ്വർ. മോഹൻ ശരൺ മാഞ്ചി മുഖ്യമന്ത്രി. പശ്ചിമ ബംഗാൾ 1956 കൊൽക്കത്ത തലസ്ഥാനം മമതാ ബാനർജി. അപ്പോൾ ഒരു 2 ഭാഗങ്ങൾ കഴിഞ്ഞു. ഈ ഭാഗം വഴി നമ്മൾ പോയി കഴിഞ്ഞു, ഈ ഭാഗം വഴി പോയി കഴിഞ്ഞു. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇന്ത്യയിലെ 28 സ്റ്റേറ്റും അതിന്റെ തലസ്ഥാനവും അതിന്റെ മുഖ്യമന്ത്രിയുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 28 സ്റ്റേറ്റില് നമ്മൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റേറ്റിലേക്ക് കടക്കുകയാണ്. എന്റെ സുഹൃത്തുക്കൾ, ഇത് പഠിച്ചാൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് എടുക്കൂ. തീർച്ചയായും ചുമ്മാ പറയാൻ പറ്റില്ല. വീണ്ടും ഇന്ത്യ വരയ്ക്കുക. ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് തെലുങ്കാന. തെലുങ്കാന. തെലുങ്കാന രൂപീകരിച്ചത് 2014. 2014. തലസ്ഥാനം ഹൈദരാബാദ്. മുഖ്യമന്ത്രി A. രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി. തെലുങ്കാന കഴിഞ്ഞു. അടുത്തത് ഇത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. മധ്യപ്രദേശ് തലസ്ഥാനം ഭോപ്പാൽ. ഭോപ്പാൽ രൂപീകരിച്ചത് 1956 മധ്യപ്രദേശ്. മുഖ്യമന്ത്രി മോഹൻ യാദവ്. മോഹൻ യാദവ്. മോഹൻ യാദവ്. ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് ഛത്തീസ്ഗഡ്. ഇതാണ് ഛത്തീസ്ഗഡ്. ഇത് രൂപീകരിച്ചത് 2000. ഛത്തീസ്ഗഡ് രൂപീകരിച്ചത്. തലസ്ഥാനം റായ്പൂർ. റായ്പൂർ ആണ് തലസ്ഥാനം. മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ്. വിഷ്ണു ദിയോ സായ്. വിഷ്ണു ദിയോ സായ്. വിഷ്ണു ദിയോ സായ്. ഇതാണ് ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചത്. കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അന്ന് ഭൂപേഷ് ബാഗൽ ആയിരുന്നു. ഇപ്പൊ വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായ്. അടുത്തത് നമുക്ക് ഹരിയാനയിലേക്ക് പോവാം. ഹരിയാന രൂപീകരിച്ചത് 1983
66 ഹരിയാന രൂപീകരിച്ചത്. തലസ്ഥാനം ചണ്ഡീഗഡ്. അവിടുത്തെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയ. നയാബ് സിംഗ് സൈനി. നയാബ് സിംഗ് സൈനി. ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ് കൂടെ ഉണ്ട്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. രൂപീകരിച്ചത് 1971. തലസ്ഥാനം സിംല. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുക്കു. അങ്ങനെ നമ്മളൊരു ഭാഗം കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞത് കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമ ബംഗാൾ, തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഇത്രയും സ്റ്റേറ്റുകളുടെ രൂപീകരണവും അവിടുത്തെ തലസ്ഥാനവും മുഖ്യമന്ത്രിയെ കുറിച്ചാണ് സംസാരിച്ചത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഇതാണ് ഹിമാലയ സാനുക്കൾ. ഹിമാലയ സാനുക്കളിൽ ആദ്യം 2 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഇത് ഉത്തർപ്രദേശ്, ഇത് ബീഹാർ. ഈ ഉത്തർപ്രദേശിനെ 2ആക്കി. ഇതാണ് ഉത്തരാഖണ്ഡ്, ഇതാണ് ഉത്തർപ്രദേശ്, ഇതാണ് ബീഹാർ, ഇതാണ് ജാർഖണ്ഡ്. ശരി, നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡ് രൂപീകരിച്ച 2000 തന്നെ. തലസ്ഥാനം ഡെറാഡൂൺ. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി. ഇനി ഉത്തർപ്രദേശ് രൂപീകരിച്ചത് 1956 തന്നെ. ഉത്തർപ്രദേശ് 1956. ലക്നൗ അതിന്റെ തലസ്ഥാനം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബീഹാർ 1956 നവംബർ 1 രൂപീകരിച്ചു. പാറ്റ്ന തലസ്ഥാനം. അവിടുത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്ത ജാർഖണ്ഡ് രൂപീകരിച്ചത് 2000-ലാണ്. 2000-ൽ രൂപീകരിച്ച ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചിയാണ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. അപ്പൊ ഇന്ത്യക്കകത്തുള്ള സ്റ്റേറ്റുകളെല്ലാമായി. ഏതൊക്കെയാണ് ഇന്ത്യക്കകത്തുള്ള സ്റ്റേറ്റുകൾ നമ്മൾ പറഞ്ഞത്? കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഇപ്പുറത്ത് തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമ ബംഗാൾ, തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്. അങ്ങനെ 20ആയി. 21ാമത്തെ സ്റ്റേറ്റിലേക്ക് പോകാൻ പോവുക. 21ലേക്ക് കടക്കാൻ പോവുക. ഇതാണ് ഇന്ത്യ. നിരവധി ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കിടപ്പുണ്ട്. ഇതാണ് സിക്കിം. രൂപീകരിച്ചത് 1975-ലാണ്. തലസ്ഥാനം ഗാങ്ടോക്കാണ്. ഈ സിക്കിമിന്റെ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് അല്ലെങ്കിൽ PS തമാങ്. അപ്പൊ സിക്കിം വരെ എത്തി. ഇനി 7 സിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ലിറ്റിൽ ബ്രദറാണ്. ഇനി 7 സിസ്റ്റേഴ്സിലുള്ള സ്റ്റേറ്റുകളും മുഖ്യമന്ത്രിയും പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ 7 സിസ്റ്റേഴ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. 7 സിസ്റ്റേഴ്സ്. അപ്പൊ 21, 21, 7, 28. ഞാനിവിടെ ഒരു പടം വരയ്ക്കുകയാണ് 7 സിസ്റ്റേഴ്സിന്റെ. ഇങ്ങനെ വിചാരിക്കുക. ഇതാണ് അരുണാചൽ പ്രദേശ്. ഇതാണ് ആസാം. ഇതാണ് നാഗാലാൻഡ്. ഇതാണ് മണിപ്പൂർ. ഇതാണ് മിസോറാം. ഇതാണ് ത്രിപുര. ഇതാണ് മേഘാലയ. അപ്പൊ 7 സിസ്റ്റേഴ്സായി. അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. ഇവിടെ കിടക്കുന്ന രാജ്യമാണ് മ്യാൻമാർ. ഇതാണ് മ്യാൻമാർ എന്നുള്ള രാജ്യം. ഇവിടെയാണ് പൂർവാചൽ പർവ്വതനിര. ശരി, ഇത്രയും മനസ്സിലായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ വർഷം പഠിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ട്രിക്കാണേ. നോക്കൂ, അരുണാചൽ പ്രദേശ് 1987. ജസ്റ്റ് ഓപ്പോസിറ്റ് മിസോറാം 1987.
ഇവിടെ കിട്ടിയല്ലോ. ഇതും 87. നാഗാലാൻഡ് 1963, ബാക്കി എല്ലാം 72. മണിപ്പൂർ 1972, ത്രിപുര 1972, മേഘാലയ 1972, ആസാം 1956 നവംബർ 1. ട്രിക്ക് പിടികിട്ടിയല്ലോ. അരുണാചൽ പ്രദേശ് 87, മിസോറാം 87, ആസാം 1956, നാഗാലാൻഡ് 1963, ബാക്കിയെല്ലാം മണിപ്പൂർ 1972, ത്രിപുര 1972, മേഘാലയ 1972. നേരത്തെ 1987 നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് ഗോവ 1987 ആയിരുന്നു. അത് പിന്നീട് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം. ശരി, ഇനി ഇതിൻ്റെ ഓരോ സ്ഥലത്തെ ഒന്നേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണ്. ആദ്യത്തെ അരുണാചൽ പ്രദേശ് 1987, തലസ്ഥാനം ഇട്ടാനഗർ. തെറ്റിപ്പോകണമെങ്കിൽ ഇട്ടാനഗർ, അരുണാചൽ പ്രദേശ് ഇട്ടാനഗർ. മുഖ്യമന്ത്രി പേമ കാണ്ഡു, അത് ശരിയായി. അടുത്തത് ആസാം 1956, ദിസ്പൂർ, തലസ്ഥാനം ദിസ്പൂർ, ഹിമന്ത ബിശ്വ ശർമ്മ. അടുത്ത ഏതാണ്? നാഗാലാൻഡ് 1963, കൊഹിമ, മുഖ്യമന്ത്രി നെയ്ഫു റിയോ. അടുത്ത മണിപ്പൂർ 1972, ഇംഫാൽ, മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ്. ഇനി നമുക്കുള്ളത് മിസോറാം, തലസ്ഥാനം ഐസ്വാൾ 1987, ഐസ്വാൾ, മുഖ്യമന്ത്രി ലാൽഡു ഹോമ. മിസോറാം. അടുത്ത ത്രിപുര 1972, അഗർത്തല, മണിക് സാഹ. അടുത്തത് നമുക്കുള്ളത് മേഘാലയ 1972, ഷില്ലോങ്, മുഖ്യമന്ത്രി കോൺറാഡ് സാക്മ. ഇതാണ് 7 സ്റ്റേറ്റ്സ്. അപ്പോൾ അരുണാചൽ പ്രദേശ് 1987, പേമ കാണ്ഡു. നാഗാലാൻഡ് 1963, കൊഹിമ നെയ്ഫുറിയോ. മണിപ്പൂർ 1972, മണിപ്പൂരിൻ്റെ ഇംഫാൽ, മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ്. മിസോറാം 1987, തലസ്ഥാനം ഐസ്വാൾ, മുഖ്യമന്ത്രി ലാൽഡു ഹോമ. ത്രിപുര 1972, അഗർത്തല, മണിക് സാഹ. മേഘാലയ 1972, മുഖ്യമന്ത്രി കോൺറാഡ് സാക്മ. ഷില്ലോങ് തലസ്ഥാനം. ആസാം 1956, തലസ്ഥാനം ദിസ്പൂർ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇതാണ് 7 സ്റ്റേറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് കടക്കാം. ഇവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. 8. ഒന്ന് ലക്ഷദ്വീപ് 1956, ലക്ഷദ്വീപ് രൂപീകരിച്ചത്. അടുത്തത് ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദിയു. ഇത് ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദിയു. ഇതെല്ലാം കൂടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇതിന്റെ തലസ്ഥാനം ദാമനാണ്. ദാമൻ, ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദിയു 2020 ജനുവരി 26. 2020 ജനുവരി 26 ഇത് പുനഃസംഘടന ഉണ്ടാക്കി. ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദിയു പുനഃസംഘടനാ നിയമം പാസ്സാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 2 കേന്ദ്രഭരണ പ്രദേശമായിരുന്നു, ഇപ്പോൾ 1 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. 2020 ജനുവരി 26. അടുത്തിങ്ങോട്ട് വരുന്നത് ഇവിടെ കിടക്കുന്നതാണ് ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാണ്. 1966 രൂപീകരിച്ചു.
ചണ്ഡീഗഡ് തന്നെയാണ് തലസ്ഥാനം. ഇവിടെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. അടുത്തത് ഈ ജമ്മു കാശ്മീരിനെ രണ്ടാക്കി. അതിൽ ഒന്ന് ജമ്മു JK, ഇത് ലഡാക്ക്. ഇത് രണ്ടും ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇതിനെ പുനഃസംഘടനാ നിയമം പാസാക്കി. ഇങ്ങനെ 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും രണ്ടാക്കി മാറ്റി. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനം ശ്രീനഗർ, ലഡാക്കിന്റെ തലസ്ഥാനം ലേ. ഏറ്റവും വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇത് ജമ്മു കാശ്മീർ, ശ്രീനഗർ, ലഡാക്ക്, തലസ്ഥാനം ലേ. അപ്പോ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ചണ്ഡീഗഡ്, ജമ്മു കാശ്മീർ, ലഡാക്ക്. ഇവിടെ കിടക്കുന്നതാണ് ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ്. ഡൽഹി 1991 ദേശീയ തലസ്ഥാനമാക്കി മാറ്റിയത്. മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട് അരവിന്ദ് കെജ്രിവാൾ. അടുത്തത് ഇവിടെയാണ് പുതുശ്ശേരി തലസ്ഥാനം. പുതുശ്ശേരി തന്നെ തമിഴ്നാട്ടിലാണ് പുതുശ്ശേരി കിടക്കുന്നത്. പുതുശ്ശേരിയുടെ ഭാഗമാണ് കേരളത്തിലുള്ള മാഹി, ആന്ധ്രാപ്രദേശിലുള്ള യാനം. അപ്പോ കേരളത്തിലുള്ള മാഹി, ആന്ധ്രാപ്രദേശിലെ യാനം, തമിഴ്നാട്ടിലുള്ള പുതുശ്ശേരി, കാരയ്ക്കൽ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് പുതുശ്ശേരി. ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു പുതുശ്ശേരി രൂപീകരിച്ചത് 1963. പുതുശ്ശേരി 1963. ഇനി ഒരു പുതുശ്ശേരി, അവിടെ മുഖ്യമന്ത്രി ഉണ്ട് എൻ രംഗസ്വാമിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. പിന്നെ ഈ ഒരു കേന്ദ്രഭരണ പ്രദേശമുള്ളതാണ് ആൻഡമാൻ നിക്കോബാർ. തലസ്ഥാനം പോർട്ട് ബ്ലെയർ. രൂപീകരിച്ചത് 1956. ഇങ്ങനെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ ഇത് മനസ്സിൽ വെച്ചേക്കെന്ന് പറഞ്ഞുതരാം. കേരളം തലസ്ഥാനം തിരുവനന്തപുരം, 1956 പിണറായി വിജയൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കർണാടക 1956 ബാംഗ്ലൂരു സിദ്ധരാമയ്യ, നമുക്ക് കുഴപ്പമില്ല. അടുത്ത് ഗോവ പനാജി 1987, മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. മഹാരാഷ്ട്ര 1960, മുംബൈ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, അത് കുഴപ്പമില്ല. നമ്മൾ ഇവിടുത്തെ ലാസ്റ്റ് ഗേഡിന്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. ആദ്യത്തെ ക്ലാസ് 28 സ്റ്റേറ്റും രൂപീകരിച്ച വർഷവും തലസ്ഥാനവും മുഖ്യമന്ത്രിയെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സിലെ ധാരാളം കുട്ടികൾ ക്ലാസ്സിൽ വന്ന് ഇത് കാണാതെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാതെ പറയാൻ പറ്റും? അപ്പൊ ഇവിടെ ഗുജറാത്ത്, ഇത് രാജസ്ഥാൻ, ഇത് കഴിഞ്ഞിട്ട് പഞ്ചാബ്. ഈ 3 പേരുകളും തുടങ്ങുന്നത് ഫായിലാണ്. ഭൂപേന്ദ്ര ഭായ് പട്ടേൽ, ഫജൻലാൽ ശർമ്മ, അടുത്തത് ഭഗവന്ത് മാൻ. കേട്ടോ, ഇത് ഞാൻ പഠിച്ചത് ഇങ്ങനെയല്ലേ, 3 ഫായിലാണ്. ട്രിക്ക് മനസ്സിലായോ? ഈ പ്രായത്തിൽ ഞാനിത് ഓർമ്മിച്ച് വെച്ചോണെങ്കിൽ എന്തോ ഒരു ട്രിക്ക് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഈ കടൽ വഴി പോയതുകൊണ്ടാണ് എനിക്ക് തെറ്റാത്തത്. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, എനിക്ക് തെറ്റിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമ ബംഗാൾ, കടൽ തീരം വഴി ഞാൻ പോവാണ്. ഇവിടെ തെലങ്കാന രേവന്ത് റെഡ്ഡി 2014 രൂപീകരിച്ചു. മധ്യപ്രദേശിന്റെ വെച്ചിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പേര്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. മധ്യപ്രദേശിന്റെ വെച്ചിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പേര് തുടങ്ങുന്നത്. മോഹൻ യാദവ്. മധ്യപ്രദേശിന്റെ മോഹൻ യാദവ്, മധ്യപ്രദേശ്. അടുത്ത് വരുന്നതാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ഹരിയാന രൂപീകരിച്ച 1966. ഹരിയാന ചണ്ഡീഗഡാണ് തലസ്ഥാനം. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. അടുത്തത് പിന്നെ ഹിമാചൽ പ്രദേശ്, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, സുഖ്ബീന്ദർ സിംഗ് സുക്കു. പിന്നെ ഇങ്ങോട്ട് വരുന്നത് താഴ്വരയിലാണ്. ഉത്തരാഖണ്ഡ് നമുക്ക് കുഴപ്പമില്ല, പുഷ്കർ സിംഗ് ധാമി കിട്ടും. ഉത്തർപ്രദേശ് നമുക്ക് കിട്ടും, യോഗി ആദിത്യനാഥ്. ബീഹാർ നമുക്ക് കിട്ടും, നമുക്ക് നിതീഷ് കുമാർ. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞത് ജാർഖണ്ഡാണ്. ഹേമന്ത് സോറൻ. പിന്നീട് നമുക്കൊരു ചെറിയൊരു സംശയം വരുന്നത് സിക്കിമിന്റെ രൂപീകരണം
1975 സിക്കിം രൂപീകരിച്ചത്. ഞാങ്ടോക്ക്, PS തമാങ്, പ്രേംസിംഗ് തമാങ്. പിന്നെ ഞാൻ നോക്കിക്കോളൂ, ഇനി ഒരു ട്രിപ്പ് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ ഈ വർഷം ഓർമ്മിച്ചു വെക്കുന്നത്. ഞാൻ നോക്കും, ഇതാണ് 7 സിസ്റ്റേഴ്സ്. ഇതിൽ അരുണാചൽ പ്രദേശ് 1987. ഏറ്റവും താഴെ അറ്റത്തുള്ള മിസോറാം 1987. കേട്ടാ, ഇതിങ്ങനെയാണ് ഞാൻ പിടിച്ചത്. ഇതും കൂടെ പിടിച്ചു. ഇത് 1963 നാഗാലാൻഡ്, 1963. അടുത്ത് ബാക്കി എല്ലാം 72. മണിപ്പൂർ 1972. പിന്നെ ത്രിപുര 1972. മേഘാലയ 1972. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ആസാം 1956. അപ്പൊ അരുണാചൽ പ്രദേശ് 87, മിസോറാം 87, ഗോവ 1987. അടുത്ത നാഗാലാൻഡ് 1963, പുതുശ്ശേരി 1963. പിന്നെ മണിപ്പൂർ 1972, ത്രിപുര 1972, മേഘാലയ 1972. മേഘാലയ 1972. ഇങ്ങനെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആണ് നമ്മളിവിടെ സംസാരിച്ചത്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ ഇത് പഠിച്ചാൽ നിങ്ങൾ ഉദിക്കും. അപ്പോൾ നിങ്ങൾ തന്നെത്താൻ നിങ്ങൾ ചോദിക്കും, ഞാൻ തീരെ മോശമല്ല, ഞാൻ പഠിച്ചാൽ എനിക്ക് പറ്റും. നിങ്ങൾ പഠിച്ചോളൂ. 28 സ്റ്റേറ്റ് രൂപീകരിച്ച വർഷം, തലസ്ഥാന മുഖ്യമന്ത്രി. ഇത് ഇത്രയും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പഠിക്കാനുള്ള ഒരു ആവേശം കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇത് പഠിക്കുകയും ഇത് ഒരു കാണാതെ പറയുന്ന ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അത് ഞങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കും. ഇത് ഇതിൻ്റെ 1ാം ഭാഗം. ഇന്ത്യയുടെ 2ാം ഭാഗവുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.